ഞങ്ങൾ കാത്തു വെക്കാം. നിങ്ങൾ അവിടെ നിൽക്കാതെ അകത്ത് കയറി വാ. നിങ്ങൾ ഇരിക്കാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല. എന്തിനെ? എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ പോലീസിൽ പോകരുതായിരുന്നു. ഞാൻ തെറ്റാ ചെയ്തത്. ഇല്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ പറഞ്ഞത്. നിങ്ങളെ കണ്ട കാര്യമല്ലേ. എൻ്റെ അമ്മ കിടപ്പിലായി. അമ്മയുടെ ചികിത്സയ്ക്ക് തന്നെ നല്ലൊരു കാശ് ചെലവായി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു പോയിരുന്നു. അപ്പം കൗൺസിലിംഗ് ചെയ്ത അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്കൊരു കുടുംബത്തിന്റെ ശാപം ഉണ്ടെന്ന്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? സത്യത്തിൽ ജോസ് എന്നെ സഹായിക്കുക ചെയ്തത്. കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമായി. നിങ്ങൾ ഇറങ്ങാണോ? ചായ ചെയ്യുന്ന ടൗണിലൊരു ബേക്കറി നടത്താം. ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് ജോസേ? സ്വന്തമായിട്ട് ബോർമില്ലാത്തതുകൊണ്ട് കട കാണിച്ച് ലോൺ എടുക്കണം. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു ലോണുണ്ട് സാറേ. അതും ശരിയാവില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല ജോസേ. അറിയാതാണെങ്കിൽ കൂടി ജോസിന് പറ്റുന്ന പോലെ തിരിച്ചു തന്നാൽ മതി. പലതവണ അന്വേഷിച്ച് പരാജയപ്പെട്ടതുകൊണ്ട് പുതിയൊരു നീക്കത്തിന് പോലീസിന് നല്ല മടിയുണ്ട്. പിന്നെ സാർ ഇപ്പോ അവർക്ക് കേസിനോടുള്ള സമീപനം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇതിന്റെ പിന്നെ എന്തോരം കേസുകളുണ്ട് സാർ. പിന്നെ ഞങ്ങളിപ്പോ 24/7 ജോർജ് കുട്ടിയുടെ പുറകെയാ. എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ നമുക്ക് നോക്കാം. पीछे से जा रहा है, पता तो चली जाएगा उसे। दोनों फैमिली से मिल रही है ना, रिश्ते ले रिश्ते वाला है। हर चीज में नजर रख रहे हैं। फिर से देखो रोशनी वही घूम रही है ना उनकी गाड़ी बाहर ही। അത്ഭുതമാണെന്നാ ഡോക്ടർ പറയുന്നത്. വേദനയുണ്ടോ? ആ, വേദന പറയുമ്പോൾ മോർഫിൻ കൊടുക്കും. അവരിപ്പോ ബറോഡയിലോട്ട് മാറി അല്ലേ? ആ, ചേട്ടൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി. കല്യാണം ഉറപ്പിച്ചു. എന്റെ കൂടെ സൗദിയിൽ വർക്ക് ചെയ്യുന്ന ആള് തന്നെയാ, രമേശ്. ആള് ഹിന്ദു ആണ്. അതിലൊന്നും വലിയ കാര്യം. അത് ശരിയാ. പിന്നെ എന്റെ അച്ഛതയാണ്. അപ്പൊ നമ്മൾ അവരെ തിരുത്തണം അല്ലേ? അടുത്ത മാസം 18-ാം തീയതി. അപ്പോൾ ആദ്യം എനിക്ക് ഇവിടെ വന്ന് പറയാൻ തോന്നി. പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്? ഞങ്ങളുടെ എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും മോളുടെ കൂടെയുണ്ട്. പാവം കുട്ടി കണ്ടു പഠിക്കും. പിന്നെന്താ? ശരി. खुश नहीं है शायद अभी जो रिश्ता है, ऐसा लग रहा है। अब उससे बात करेगी वो। എവിടെയോ കണ്ടിട്ടുണ്ട്. പേരെന്താ? ശ്രേയ. എന്ത് ചെയ്യുന്നു? ഞാൻ നേഴ്സാ. ഓ, ഏത് ഹോസ്പിറ്റലാ? മണിമലയില്. അതിന്റെ അടുത്തല്ലേ പൊന്തമ്പുഴ ഫോറസ്റ്റ്? ആ, അതെ. ആ. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ വന്നിട്ടുണ്ട്. സോ ചിലപ്പോ അവിടെ വെച്ച് കണ്ടതായിരിക്കും. बस इतना ही पूछने गई थी बस। എന്തായി? ചെറിയമ്പുഴ ഫോറസ്റ്റിനടുത്ത്. പക്ഷെ ഇപ്പൊ ഏറ്റുമാനൂർ പോവാം. അഡ്രസ് മേടിച്ചോ? അഡ്രസ്സും ഫോൺ നമ്പറും ഇപ്പൊ ചോദിച്ചു. അഞ്ജു, അവള് പൊളിക്കുവാ, ഞാൻ എടുത്തോളാം. ചായ. അമ്മ, ഞാൻ രാവിലത്തെ കുർബാനയ്ക്ക് പോവാണേ. അനു എന്തേ? അവള് വരുന്നില്ലെന്ന്. എന്തു പറ്റി? 15 ദിവസം കൂടുമ്പോഴാണോ വരുന്നത്? പള്ളി പോവാതിരിക്കാൻ ഓരോരോ കാരണങ്ങളും. टेंशन में लगा।
സാറേ മത്താച്ചനോ? ഓ കയറി വാ. ഞാൻ ചായ എടുക്കാം. അയ്യോ ചായ ഒന്നും വേണ്ട. 2 ദിവസം മുമ്പ് യാദൃച്ഛികമായിട്ട് ഞാനൊരു കല്യാണത്തിന് വെച്ച് നമ്മുടെ അപ്പോൾ തോമാച്ചനുമായിട്ട് സംസാരിച്ചപ്പോൾ അയാളെന്നോട് അയാളെ ആരോ 2 പേര് ഫോണിൽ വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അവർ നമ്മളെ കേസിൽ നമ്മുടെ മോക്ക് ചെറിയ മാനസിക രോഗം ഉണ്ടെന്നും ആരെങ്കിലും ദേഹത്ത് വിട്ടാൽ മോള് വയലൻ്റ് അടുത്തിന്നൊക്കെ പറഞ്ഞ്, മാത്രമല്ല കല്യാണം കഴിഞ്ഞാലും മോക്കൊരു നല്ല ദാമ്പത്യം ഉണ്ടാവും. മോക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒരു ഡോക്ടറും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. മത്താശം വേണമെങ്കിൽ ഡോക്ടറോട് उनकी बेटी ने कहा क्या सर? ठीक है और निकाल. ഈ 2 പേരും ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം ട്രൈ ചെയ്തു. പക്ഷെ അവരുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ മുടങ്ങിയ ആലോചനകളില്ല പോയിരുന്നു എന്ന് അറിഞ്ഞത്. बदला ले रहे हो? നമ്പർ കയ്യിലുണ്ടോ? ഓ സത്യത്തിൽ ഞാനത് തരാനാ വന്നതേ. पकड़े जा. മുടക്കിയിട്ട് ഇവർക്ക് എന്ത് സുഖ കിട്ടുന്നത്? ഈ 2 നമ്പറുകളിൽ നിന്ന് എല്ലാ വീട്ടിലേക്കും വിളിച്ചിരിക്കും. സൈബർ സെല്ല് നമ്മുടെ സ്ട്രോങ് പിള്ളേരാണ്. നമ്മളിത് കണ്ടുപിടിച്ചിരിക്കും. ഇതാണ് പൊന്തമുഴ റിസർവ്. എവിടാന്ന് കരുതി പരിശോധിക്കുന്നത്. പിന്നെ ഇതൊരു ലീഗൽ ഡിസ്പ്യൂട്ട് കിടക്കുന്ന കാടാ. സർക്കാർ ഒരു പ്രൈവറ്റ് പാർട്ടി അല്ല, പോലീസിന് ഉഴപ്പാൻ ഒരു കാരണം കിട്ടിയല്ലോ. പോലീസ് पर्सनल ഉറപ്പിയിട്ടൊന്നും दुश्मनी है इनके कुछ. വേറൊരു ഊഹത്തിന്റെ ഒരുപക്ഷെ പോലീസിനെ മിസ്ലീഡ് ചെയ്യാനാണ് അയാളോട് വന്നതെങ്കിൽ. ആ സ്വിച്ച് ഓഫാ. अरे ആക്റ്റീവ് ആവുന്ന സമയങ്ങളിലെല്ലാം അതിന്റെ ടവർ ലൊക്കേഷൻ ജോർജ് കുട്ടിയുടെ വീടിനടുത്താ. അതങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ സാറേ. ഒരു പക്ഷെ പുറത്ത് നിന്നൊരാൾ എൻ്റെ നാട്ടിൽ ഒന്ന് വിളിച്ചാണെങ്കിലോ. ജോർജ് കുട്ടി എന്ന 2 നമ്പറുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ഫോണിലാണ്. ആ ഫോണിന്റെ IMEI നമ്പർ ഉപയോഗിച്ച് കണ്ടെത്തിയൊരു കാര്യം നമ്പർ വേറെയാണ്. അതായത് അയാൾ ആ ഫോൺ വിറ്റ് കാണും. ദാറ്റ് മീൻസ് ഈ വിളിക്കുന്ന ഇപ്പൊ ലൈവാണെന്ന് പറഞ്ഞ ആ നമ്പറിന്റെ അഡ്രസ് ഉണ്ടോ? അതൊരു ലേഡിയുടെ പേരില്ല. അതിന്റെ പുറകെ പോയിട്ട് കാര്യമുണ്ടോ? പഴയ ഫോൺ ഉപയോഗിച്ചതാണെങ്കിലും ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല സാർ. ശാന്തി അവരറിയോ? कौन है? अरे കൂടെ എന്ത് ചതിക്കുന്നുടാ പട്ടി? ഞാൻ എന്ത് ചെയ്യുന്നതാണ്? നിർത്തടാ നിന്റെ അഭിനയം. കുടുംബം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. തനിക്ക് മാത്രമുള്ളോ കുടുംബം? താനെന്തോടെ പറഞ്ഞത്? എന്റെ ഭർത്താവ് തന്നെ ചതിച്ചത്. എന്നെ സഹായിച്ചതിന്റെ പേരില് എന്റെ ചേട്ടന്റെ ജോലി പോയി, ഞങ്ങളുടെ കുടുംബം പട്ടിണിയായി. എന്റെ മോളുടെ അതുപോലെ താൻ അറിഞ്ഞോ? അതെങ്ങനെ? നിങ്ങൾ പണക്കാർക്ക് ഞങ്ങൾ ആരും സഹായിക്കുമെന്നൊക്കെ കരുതിയിട്ട് തിരിഞ്ഞു നോക്കിയാ നിങ്ങൾ ഈ മനുഷ്യനെ? ഒടുവില് നിങ്ങളുടെ തന്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച കാശ് വാങ്ങിക്കാനാണെന്നാ. കൂടെ നിന്ന് ചതിക്കുമ്പോഴല്ലേ വേദന മനസ്സിലാക്കി തരാം. അതോ इन्होंने किया देखो. ശാന്തി ഓ, സാറിന് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? സാറ് ചെല്ല്. इन्होंने किया है. തെറ്റുപറ്റിപ്പോയി സാർ. മറക്കാൻ പാടില്ലായിരുന്നു. എന്റെ പെർഫെക്റ്റ് ആയിട്ട് ആരാ ഉള്ളത് ജോർജ് കുട്ടി? മനുഷ്യൻ മടുത്തു സാറേ. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എൻ്റെ ഈ യുദ്ധം. ആണ് എൻ്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോൾ മുന്നോട്ട് വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ പേടിയാ സാറേ. എന്തിൻ്റെയൊക്കെ നിമിത്തങ്ങളാണ് ജോർജ് കുട്ടി? എല്ലാ മനുഷ്യരിലും നല്ലതും ചീത്തയൊക്കെ സംഭവിക്കുന്നുണ്ട് നിമിത്തമായി. അതുപോലെ രാജന്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. മറ്റൊന്നിന് വളമാവൂ. അതൊരു പ്രകൃതി നിയമമാണ്. അത് തടയാൻ നമുക്കാവില്ല. ജോർജ് കുട്ടി ഇത് സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്. ഒന്നും കഴിഞ്ഞിട്ടില്ല സാർ. इसे पता है. അതിനെയും ജോർജ് കുട്ടി നേരിടും. അത്ര തന്നെ. മുൻപ് എന്താണ് പ്രശ്നം, ആരാണ് പുറപ്പുണ്ട്, ആരും എൻ്റെ പിന്നാലെയുണ്ട്. ശരിയാ, ഒരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ പറ്റിപ്പോയി. എടുക്കരുത്. ജോർജ് കുട്ടിയുടെ പ്രശ്നം എന്താണെന്നറിയോ?
കുറ്റക്കാരൻ താനാണെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിള്ളേരോട് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. आंसर छुपा के रखे उन्होंने बात ना. इसमें गलती नहीं है, वैसे नजरअंदाज किया ना उसको. ഒരു സിനിമ ചെയ്തത് കാരണം ജീവിക്കണ്ടേ ഇവിടെ? കഥാകൃത്തുക്കളുടെ ബഹളോ. ഇനി സിനിമ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. सोचा पड़ गया. ഓ, ഇന്നലെ രാത്രി ഞാൻ ശരിക്കും പേടിച്ചു. രാത്രി ഒരു ടോർച്ചിന്റെ വെളിച്ചം. हाँ देखो, अब बता दे. ഞാൻ നമ്മുടെ ടോർച്ച് എടുത്ത് അങ്ങോട്ട് അടിച്ചു. ഞാൻ രാവിലെ അവിടെ പോയി നോക്കി. വാഴക്കൊല്ലൊന്നും പോയിട്ടില്ല. ഈ വാഴക്കൊലയൊക്കെ മോഷ്ടിക്കാൻ വരുന്നവരെ പാവപ്പെട്ട കള്ളന്മാര് വിശന്നിട്ടവല്ലോ ആയിരിക്കും. തം വെട്ടിക്കൊണ്ട് പോകാനായിരുന്നു പ്ലാൻ എന്നാ എനിക്ക് തോന്നുന്നത്. थोड़ा सा हो गया सर. ആയിരുന്നപ്പോ ഒരു ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ശബ്ദവും കേട്ടു. ओ धीरे धीरे सब पूरा हो रहा है.